ഇപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ എം.പി മാധ്യമങ്ങളെ കടന്നതിലേക്ക്. നിയമവിരുദ്ധമായി ചെയ്താൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കൊടുത്തത് എന്താണ്? രാഹുലിനെ ന്യായീകരിച്ച് ശ്രീകണ്ഠൻ, രാഹുലിനെ സംരക്ഷിച്ച് ശ്രീകണ്ഠൻ, രാഹുലിനെ വെള്ളപൂശി ശ്രീകണ്ഠൻ. ഞാൻ എവിടെയാണ് പറഞ്ഞത്? ഞാൻ ഒരു വെള്ളയും പൂശിയിട്ടില്ല. ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടണം. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് രേഖാമൂലമല്ല, നിയമവ്യവസ്ഥയുടെ മുമ്പിലല്ല, ഒരു പോലീസ് സ്റ്റേഷനിലല്ല. എന്നിട്ടും കോൺഗ്രസ് പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് നിയമപരമായ വ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പാകെ വന്ന് കുറ്റക്കാരനെന്ന് കണ്ടാൽ കർശനമായ നടപടി അത് വി.കെ. ശ്രീകണ്ഠനാണെങ്കിലും ഏത് ഉന്നത നേതാവാണെങ്കിലും അത് സ്വീകരിക്കുന്ന ഞാൻ പറഞ്ഞത്. ഞാൻ സ്വയമാണ് പറഞ്ഞത്. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാനത് പിൻവലിച്ചിരിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തെറ്റായി വാർത്ത കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ എന്നാണ് ചോദിച്ചത്. മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറ. അപ്പം അതിൽ രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്ത പാർട്ടിക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അതിൽ നിഗൂഢത ഉണ്ടാകാം, അത് ഗൂഢാലോചനയുണ്ടാകാം, അത് അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരു MLA-ക്കെതിരെ ആരോപണം വരുമ്പോൾ നിയമപരമായ വ്യവസ്ഥയിൽ കൊടുക്കാതെ നീതിന്യായ പീഠത്തിന് മുമ്പിൽ പോകാതെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ? അതിന് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? വ്യക്തിപരമായിട്ട് അല്ല, ഇല്ലില്ല, അത് തെറ്റായിട്ട് പറയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്നിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് അവരും അല്ല, അത് വന്നിട്ട് നിങ്ങൾ അതുപോലെയുള്ള നിങ്ങൾ ഇല്ലില്ല, അതിന് ഞാൻ പിന്തുണച്ചതല്ല, അതിനെ പിന്തുണച്ചതല്ല. ഈ ചോദ്യം നിങ്ങൾ അപ്പ ചോദിച്ചില്ലല്ലോ. എന്താണ് ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കുക, ഞങ്ങൾക്കൊന്നും പറയാൻ പാടില്ല. അതാണ് വ്യവസ്ഥ. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്നൊക്കെ മറുപടി പറയണ്ടല്ലോ. ഞാൻ ഒരിക്കലും ആ സ്ത്രീ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കും. ചോദിക്കുന്നത് അർത്ഥനഗ്നമായി മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നില്ലേ എന്ന് പറയുമ്പോൾ പരാതിയുടെ സമയത്ത് പറയുമ്പോൾ പരാതി പറഞ്ഞവരെ കുറിച്ച് പറയുമ്പോൾ നിക്ഷേപിക്കലാണ്. ഞാനിപ്പോ പറഞ്ഞല്ലോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിച്ചു എന്ന് പറഞ്ഞു. ഒന്ന് അല്ലല്ല നിങ്ങളാണ് ചർച്ചയാക്കിയത്. അത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചു നിങ്ങൾ കൊടുത്തില്ലെന്നാ ചോദിച്ചു. അപ്പൊ കൊടുത്ത നിങ്ങൾ വാദികളും പറഞ്ഞ് ഞാൻ പ്രതിയാവൂ? അത് എവിടത്തെ നിങ്ങൾ കൊടുത്തതാണ്, നിങ്ങൾ ചാനലിൽ കൊടുത്തതാണ്. നിങ്ങളെല്ലാ ദിവസവും ഇന്നലത്തെ മുഴുവൻ ചാനൽ നിങ്ങളെ നോക്ക്, നിങ്ങൾ കൊടുത്ത ഫോട്ടോ ആരോടൊപ്പം നിൽക്കുന്നതാണ്. അവര് മാംഗോ ഫെസ്റ്റിന് പോകുന്നത് നിങ്ങൾ കൊടുത്തു. ഇതെല്ലാം നിങ്ങൾ തന്നെ കൊടുത്ത്. അല്ല ഞാൻ നേരിട്ട് കണ്ടോ? ഞാൻ നിങ്ങൾ കൊടുത്തില്ലെന്നേ ചോദിച്ചുള്ളൂ. നിങ്ങൾ കൊടുത്തില്ലേ ഞാൻ ചോദിച്ചത് എന്താ കുഴപ്പം? ഇനി ആ തരത്തിൽ അവർക്കത് എന്തെങ്കിലും തരത്തിൽ മാനസികമായിട്ട് തോന്നിച്ചാൽ ഞാൻ അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നോ സ്ത്രീകളെ മോശമായിട്ട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൊതുജീവിതത്തിലില്ല, ജീവിതത്തിലില്ല. അങ്ങനെ ഒരു പരാമർശം തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ ഖേദം പ്രകടിപ്പിക്കും. അത് കോൺഗ്രസിന്റെ സംസ്കാരമല്ല, നയമല്ല. പരാതിക്കാരുടെ കൂടെയാണ്, അത് അന്വേഷിക്കും. അവർ നിയമവ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലോ പരാതി കൊടുത്ത് കുറ്റക്കാരാണെന്ന് കണ്ടാൽ ഏത് ഉന്നതനായാലും അവർക്കെതിരായിട്ടുള്ള നടപടിക്ക് ശക്തമായി ഞങ്ങൾ മുമ്പിലും. അത് ഇനി ഞാൻ അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നില്ല. കാരണം നിങ്ങളുടെ ചാനലുകളിൽ ഞാൻ കണ്ടു എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഞാനായിട്ട് ഉണ്ടാക്കിയതല്ലോ. നിങ്ങളുടെ ചാനലിലും പത്രത്തിലും ഇത് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, പല ചാനലിലും കൊടുത്തിട്ടുണ്ട്. ഞാനത് പരാമർശിച്ചു, ശരിയാണ്, ഞാൻ അത് പിൻവലിച്ചു. ഇന്നലെ നടി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കെതിരെ വലിയ തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നു, ഇനിയും ഇത് തുടർന്നാൽ ഞാൻ ആ പേര് വേണമെങ്കിൽ വെളിപ്പെടുത്തുമെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത് വി.കെ. ശ്രീകണ്ഠൻ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആ പെൺകുട്ടിയെ കൊണ്ട് ആ പേര് പറയിപ്പിക്കാൻ ഒരിക്കലും അല്ല. അത് നിങ്ങൾ എന്റെ അടുത്ത് അരമണിക്കൂർ ഇന്റർവ്യൂ നടത്തിയ ആൾക്കാരല്ലേ. എന്റെ ആ പരാമർശത്തിലോ പ്രതികരണത്തിലോ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ആർക്കും ഇപ്പൊ ആക്ഷേപിക്കാം, അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാം, അതിനൊക്കെ എല്ലാവർക്കും അധികാരമുണ്ട്. ഞാൻ പാർട്ടിയുടെ സ്റ്റാൻഡാണ് പറഞ്ഞത്. പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതാക്കന്മാർ പ്രഖ്യാപിച്ചു. നിങ്ങൾ എന്നോട് പാലക്കാട്ടെ MP എന്നുള്ള നിലയ്ക്ക് പ്രതികരണം ചോദിച്ചപ്പോൾ പാലക്കാട്ടെ MLA ആണ് പ്രതിസ്ഥാനത്തുള്ളത്. സ്വാഭാവികമായിട്ട് എന്റെ പ്രതികരണം ഉണ്ടായി.
അത് ഒരിക്കലും ന്യായീകരിച്ചിട്ടോ വെള്ളപൂശാനോ അതും നിങ്ങൾ പറഞ്ഞല്ലോ, വെള്ളപൂശി ന്യായീകരിച്ചു, ഇത് നിങ്ങളുടെ ചാനലിൽ കൊടുത്തല്ലോ. ഞാൻ എന്ത് വെള്ളയെ പൂശിയത്? ഞാൻ പറഞ്ഞത് കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ശക്തമായ നടപടി ഉണ്ടാവുന്ന പറഞ്ഞത്. ആര് പരാതി പറഞ്ഞാലും അവരുടെ മുഖം നോക്കാതെ നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത്, അല്ല എൻ്റെ നിലപാടല്ല. പിന്നെ ഒരു പരാതിക്കാരിയും അപമാനിക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നത് ഞങ്ങളുടെ നയമല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. എൻ്റെ ഭാഗത്ത് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ യുവതി വി.ഡി. സതീശന് ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങി കൊടുക്കുന്നു, കേക്ക് മുറിച്ച് വായിൽ വെച്ചു കൊടുക്കുന്നു. അങ്ങനെ വി.ഡി. സതീശനും വി.ഡി. സതീശന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ പരാതിക്കാരി. അത്തരം ഒരാളെ കുറിച്ചാണ് താങ്കളും മന്ത്രിമാരുമായിട്ടാണ് ബന്ധം, അല്ലെങ്കിൽ മറ്റ് മോശമായ രീതിയിലുള്ള ഒരു പരാമർശം വി.ഡി. സതീശൻ പറഞ്ഞത്. അല്ല, അതൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. നിങ്ങൾക്ക് ഇപ്പൊ ചോദിച്ചു വി.ഡി. സതീശനായിട്ട് കേക്ക് മുറിച്ചു, വായിൽ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം. ഇതൊക്കെ നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഞാൻ പറയുമ്പോൾ എന്തായാലും തെറ്റുകയാണ് നിങ്ങൾ. അതെങ്ങനെ നിങ്ങൾ തെറ്റുകയാണ്? നിങ്ങൾ പ്രസിദ്ധീകരിച്ചതാണ് ഞാൻ കണ്ടത്, ഒരിക്കലും ഞാനായിട്ട് പറഞ്ഞതല്ല, ഒരു ആരോപണം പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നിങ്ങൾ കൊടുത്തതാണ്. ഞാനത് സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലോ. ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. ഒരു പരാതിക്കാരിയും ഒരു സ്ത്രീയും അവമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നയമല്ല. മനസ്സിലായോ? അത് എന്ത് പിൻവലിച്ചു എന്ന് പറഞ്ഞല്ലോ. 3 പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് എന്താ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കണോ? നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നോ? ആവർത്തിച്ച് ഞാൻ പറഞ്ഞോണ്ടിരിക്കും.